ആദ്യം നമ്മളോട് പറഞ്ഞത്, നമ്മളെ ഓർപ്പിച്ചിരുന്നതാണ്, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുക. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാനുള്ളൊരു കോളായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ നമ്മളെ ഓർപ്പിച്ച ആ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയവും സങ്കടവും ഒക്കെ ഉണ്ടാവും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. നമ്മൾ അധർമ്മം പെരുകുന്നോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, നമ്മുടെ സ്നേഹം തണുത്തു പോകുന്നു. നമുക്ക് പ്രാക്ടിക്കലായിട്ട് അതൊന്നും നോക്കാം. നമ്മുടെ സ്നേഹം തണുത്തു പോകുന്നുണ്ടോ? നമ്മുടെ സ്നേഹം തണുത്തു പോകുന്നുണ്ടെങ്കിൽ അധർമ്മം പെരുകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അധർമ്മം പെരുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അത് നിർത്താം. നമ്മുടെ സ്നേഹം തണുത്തു പോകാൻ പാടില്ല. അപ്പോ ചൂടുള്ള സ്നേഹം നമുക്ക് വേണം. ആ സ്നേഹത്തിന് ചൂടുണ്ട്. സ്നേഹമില്ലാത്ത രണ്ടുപേര് തമ്മില് കണ്ടു, അനേക നാളുകൾക്ക് ശേഷമോ കണ്ടേ, അവിടെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിന് ചൂട് കാണത്തില്ല. അപ്പൊ ചൂടുള്ള സ്നേഹം നമുക്ക് വേണം. പക്ഷേ കർത്താവിന്റെ ഒരു കർത്താവ് സംശയമല്ല പറയുന്നേ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് അന്ന് മുതലേ ഉത്സാഹിക്കുകയാണ്. വിശ്വാസത്തില് ജനങ്ങൾ വളർന്നു വരണം എന്നുള്ള വലിയ ആഗ്രഹത്തില് തന്റെ കൂടെ കൊണ്ടു നടന്ന് അവരെ പഠിപ്പിച്ച് കൊണ്ടുവരിക. പക്ഷേ മനുഷ്യപുത്രൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോ ഭൂമിയിൽ രണ്ടാമത് വരും. കയറിപ്പോയതുപോലെ അവൻ മടങ്ങി വരും. യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്നത് അവര് കണ്ടു, ശിഷ്യന്മാര് കണ്ടു. അവൻ പറയുന്നേ, ഈ കയറിപ്പോയതുപോലെ മടങ്ങി വരും. അതുകൊണ്ട് ശിഷ്യന്മാരന്ന് അവരുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് മടങ്ങി വരും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും. നമുക്കും അങ്ങനെ ഒരു വിശ്വാസം, രൂഢമൂലമായ ഒരു വിശ്വാസം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തെ നിശ്ചയമായിട്ടും നമ്മൾ ക്രമപ്പെടുത്തും. നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല. മനുഷ്യരുടെ പ്രകൃതം അതാണ്. ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ല. നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരണം. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടത്. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും നമ്മൾ തയ്യാറാകും. അങ്ങനെ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്. അവര് ശക്തിയെ പുതുക്കുകയും ചെയ്യും. അവര് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയും ചെയ്യും. നമ്മള് കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുമോ? അങ്ങനെയുള്ളൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാക്കണം. വ്യത്യാസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലക്ഷ്യം മാറണം. ഈ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ തയ്യാറാകണം. ആ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. അങ്ങനെ കർത്താവിന്റെ വരവിനെ കൽപ്പനകളെ കാത്തു സൂക്ഷിക്കുന്നവര് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. നമുക്ക്
കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പാക്കണം. എന്നിട്ട് എടുക്കപ്പെടുകയില്ല എന്ന ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് കർത്താവിന്റെ വരവിന് എടുക്കപ്പെടത്തക്കവണ്ണം നമുക്ക് ജീവിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു, അതൊരു വലിയ നഷ്ടമായി പോവും. ഈ ഭൂമിയിലെ കഷ്ടവും പ്രയാസവും ഒക്കെ അനുഭവിച്ച് നമ്മൾ ജീവിച്ചത് അത് നഷ്ടമായി പോവും. കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അനേക കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാലും കർത്താവിന്റെ വരവിങ്കിൽ നാം എടുക്കപ്പെടുന്നില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് പിന്നെ അതൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കപ്പെടാൻ ഒക്കുകയില്ല. പിന്നെ ഇത് ഇങ്ങനെ പറയുമല്ലോ, അവിടെ ഒരു ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ശുദ്ധീകരിച്ച് കർത്താവ് എടുക്കുമെന്ന് പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കലല്ല. അതിവിടെയാണ് നടക്കേണ്ടത്. നമ്മുടെ ശുദ്ധീകരണം നടക്കേണ്ടത് ഇവിടെയാണ്. ആ ശുദ്ധീകരണത്തിൽ തന്നെയും നമ്മുടെ ശുദ്ധീകരണത്തിന് ഒരു പരിധിയുണ്ട്. അവിടെ ഉള്ള നമ്മളുടെ വിശ്വാസം, അതെ കർത്താവേ, നീ ഈ ലോകത്തിൽ വന്നത് എന്നെ നിന്റെ കൂടെ ആക്കാൻ വേണ്ടിയാണ്. ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറുന്നു. ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് അത് യഥാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ ഗതിയിൽ പോകാനായിട്ട് എനിക്ക് സാധ്യമല്ല. കാരണം എൻ്റെ ലക്ഷ്യം തെറ്റുന്നു. നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവിടുന്ന് ലണ്ടനിൽ പോകാനായിട്ട് പ്ലെയിനിൽ കയറുന്നു. പ്ലെയിനിൽ കയറി പ്ലെയിൻ ഉയർന്നു. ഇത് പേർഷ്യയുടെ ഒരു എയറോഡ്രോമില് പ്ലെയിൻ ഇറങ്ങുന്നു. നമ്മൾ ഇറങ്ങുമോ? നമ്മളവിടെ ഇറങ്ങത്തില്ല. കാരണം എന്താണ്? നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തണം. വഴിയിൽ ഇറങ്ങാനുള്ളതല്ല. നമുക്കുള്ള ലക്ഷ്യം കർത്താവും കർത്താവിന്റെ രാജ്യവും, യേശുവിന്റെ രാജ്യവുമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അവിടെ മാത്രമേ എനിക്ക് ഇറങ്ങാൻ ഒക്കത്തുള്ളൂ. അവിടെ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോഴും ഉണ്ടാകുന്നത് എന്താ? അതിനിടയ്ക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. നമുക്ക് ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളോട് സ്നേഹം ഉണ്ടാകും. ഉണ്ടായാലെന്താ? ഈ ലക്ഷ്യം നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ തുറമുഖത്തെത്തത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അനേക കാര്യങ്ങൾ നമ്മളെ കർത്താവിന്റെ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിപ്പിക്കുന്നതാണ് അനേക കാര്യങ്ങൾ. അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് കയറി വരും. ആ പ്രലോഭനത്തിന് അടിമപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടുവരും. പക്ഷേ നമ്മൾ അതിന് കീഴടങ്ങുമോ? അതിന് കീഴടങ്ങുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയില്ല.
അതിന് കീഴടങ്ങാനായിട്ട് നമുക്ക് ഇടയാകരുത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കർത്താവും കർത്താവിന്റെ രാജ്യവും. കർത്താവും കർത്താവിന്റെ രാജ്യവും ഞാൻ ലക്ഷ്യമായിട്ട് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കള്ളമൊന്ന് കാണിച്ചാൽ ഒരു വലിയ 5 കോടി രൂപ എനിക്ക് കിട്ടും. ഒരു ചെറിയ കള്ളം, ആരും അറിയത്തില്ല. അങ്ങനെ ഓരോരുത്തര് ഈ നിത്യജീവനിൽ നിന്ന് പുറകോട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്തില് നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തെ നമ്മള് ശരിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്റെ കയ്യിൽ ഒതുങ്ങി എന്ന് വിചാരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോവും. അതിനിടയാകരുത്. ഈ കർത്താവും കർത്താവിന്റെ രാജ്യവും അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാനൊക്കും. അപ്പോ അങ്ങനെ വരുന്ന ഉടനെ നമ്മുടെ സ്നേഹവും വിശ്വാസവും വർദ്ധിച്ചു വരുന്നോ ഇല്ലയോ എന്നുള്ളത്, കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിലുള്ള വിശ്വാസം അത് വർദ്ധിച്ചു വരുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യണം. അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാര്യം, പക്ഷേ അത് കർത്താവിന്റെ രാജ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നാണെങ്കിൽ അത് നമുക്ക് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഈ എന്റെ ലക്ഷ്യത്തെ താറുമാറാക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് വേണ്ടാന്ന് നമുക്ക് വെക്കണം. അപ്പൊ അത് വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാകും. കാരണം ഇത് നമ്മുടെ ലക്ഷ്യപ്രാപ്തി നടക്കുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അവിടെ അതിനെ ജയിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ എനിക്ക് അതും ഇതും കൂടെ വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റാതെ വരും. അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. അങ്ങനെ നമുക്ക് ആർക്കും അങ്ങനെ സംഭവിക്കാനായിട്ട് ഇടയാകരുത്. വളരെ പെട്ടെന്നാണ് ഈ അവിശ്വാസമുള്ള ഹൃദയം ഉണ്ടാകാവുന്നത്. പെട്ടെന്ന് ഒരു കാര്യം വരുമ്പോൾ ഇത് നടക്കുന്നില്ല, അല്ലേ പറ്റത്തില്ല, എനിക്ക് ഇത് പിടിച്ചുകൊണ്ട് പോകാനൊക്കെയില്ല. അങ്ങനെ ഒരു അവിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പം എന്തുണ്ടായി എന്നാണ് പറയുന്നത്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്ക് ആർക്കും ഉണ്ടാകാനായിട്ട് ഇടയാകരുത്. നമുക്ക് മുറുകെ പിടിക്കണം. എന്നെ വിളിച്ചു വേർതിരിച്ചവൻ കർത്താവാണ്. ആ കർത്താവിന് എന്നെ കൊണ്ടുപോകാനായിട്ട് കഴിയും. ഈ കാണുന്ന പ്രലോഭനത്തിന് ഞാൻ വശംവദനാകാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്, എന്നെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അവൻ എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇത് വേണ്ടെന്ന് വെക്കും. അങ്ങനെ നമുക്ക് ജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിലാകണം, തോറ്റ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, അത് തോക്കുകയും ചെയ്യാം ജയിക്കുകയും ചെയ്യാം. തോറ്റ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തില് നമുക്കായിത്തീരാം. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ലക്ഷ്യം നമ്മൾ കർത്താവിൽ തന്നെ കൊടുക്കുക.
കർത്താവിനെ നോക്കിക്കൊണ്ടോടുക. കർത്താവിനെ നമ്മുടെ ഓട്ടത്തില് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായിരിക്കണം. കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അവിടുന്ന് മാറുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. അങ്ങനെ തെറ്റിപ്പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ആ ഒരു യാത്ര നടത്താനായിട്ട് നമ്മളെ കർത്താവിന്റെ കയ്യിൽ കൊടുക്കാം. നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. അവിശ്വാസമുള്ള ദുഷ്കൃതി നമുക്ക് ഉണ്ടാകാനായിട്ട് ഇടയാകത്തില്ല. പൂർണ്ണമായി നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിന്റെ വചനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അല്പം അല്പം വായിക്കുന്നുണ്ടല്ലോ. വായിക്കുന്നതിൽ 1 or 2 കൽപ്പനകൾ കാണും. അവനെ നമുക്ക് അനുസരിക്കാം. നമ്മളെ അനുസരിക്കാനായിട്ട് വിട്ടുകൊടുക്കാം. കൽപ്പനകളെ അറിഞ്ഞതുകൊണ്ട് കാര്യമല്ല, അനുസരിക്കാനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. അങ്ങനെ പൂർണ്ണമായിട്ട് കർത്താവിനെ ആശ്രയിച്ച് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ദൈവത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. വളരെ ആഴത്തിലുള്ളത്. ചിലപ്പോഴൊക്കെ ഭീഷണിപ്പെടുത്തും, ചിലപ്പോഴൊക്കെ ആശ്വാസമുണ്ട്. ചില സംശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഉള്ള വചനങ്ങൾ നമ്മൾ കേട്ടു. കാരണം വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ കാര്യം എന്താവും, നമ്മൾ കണ്ടെത്താനുള്ള സാധ്യത ഇല്ലെന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. കാരണം വിശ്വാസ ജീവിതത്തിലെ യാത്രയിൽ നമ്മളെ വിശ്വസിക്കുന്നത് നമ്മൾ ശാന്തതയോ ജീവിതത്തെ എത്തും എന്ന് തന്നെയാണ്. അപ്പൊ അത് സംശയിക്കേണ്ട, കർത്താവ് തന്നെ സഹായിച്ചാലേ എത്തുള്ളൂ, അല്ലെ? അവിശ്വസിച്ച ശിഷ്യന്മാരെ കർത്താവ് തന്നെ ശാസിച്ചിട്ട് പറയാൻ നിങ്ങൾക്ക് എന്തിനു ഭയപ്പെടണം, കർത്താവ് കൂടെ ഉള്ളപ്പോൾ എന്തിനു ഭയപ്പെടണമെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ കാര്യം തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കർത്താവിനെ നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വസിക്കേണ്ടതിനായിട്ട് മാത്രം നമ്മളത് തയ്യാറായാൽ മതി. കാരണം ഇത് വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോഴും പലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് ഒക്കുന്നില്ലല്ലോ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ വിശ്വസിക്കുന്ന അനേകരെ അവരൊക്കെ തന്നെയും കർത്താവിനെ തൊട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. തൊട്ട് അനുഭവിച്ചെന്ന് പറയുമ്പോഴേ തോമ തൊട്ടക്കലെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ തൊടാതെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനിടയായത്. ഇല്ലെങ്കിൽ നമ്മുടെ പഴയ സമുദായ സഭകളിലൊക്കെ തന്നെ ഇന്നും സുഖമായിട്ടൊക്കെ, സുഖം എന്നുള്ള വാക്ക് തെറ്റാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മളങ്ങ് അങ്ങയുടെ ഒക്കെ ജീവിച്ചങ്ങ് പോയാന്. എന്നാൽ കർത്താവ് നമ്മെ തൊട്ടിട്ടുണ്ട്. നമുക്ക് ചില ജീവിതത്തിലെ അനുഭവങ്ങളുടെ സാഹചര്യത്തിൽ നമ്മളോട് ഇടപെട്ടു, നമ്മളെ സ്വസ്ഥരാക്കി, സമാധാനം തന്നു, ശാന്തരാക്കി. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിശ്വാസത്തിന്റെ ഒരു മാർഗം, വാക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴേ ചിന്തിക്കുന്നത് തിരിച്ചു പുറകോട്ടാണ്. അങ്ങനെ അവിശ്വാസം പറയേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണത്, അങ്ങനെ തന്നെ ആവും. ഇല്ലെങ്കിൽ അവരെന്നെ അന്ന് തൊട്ട് ആത്മാവരെന്നെ ആശ്വസിപ്പിക്കുകയില്ലായിരുന്നു. അങ്ങനെ തൊട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ പറയുന്നതാണ്. എന്നാൽ കഷ്ടതയുടെ ഭാഗങ്ങൾ വരുമ്പോഴേ ഈ വിശ്വാസമൊക്കെ പതുക്കെ ചോർന്നു പോകുന്ന അവസ്ഥയുണ്ട്. എന്നാലും അന്നേരവും മുറുകെ പിടിക്കുന്നത് അവിടുത്തെ വാക്കിന്റെ വചനങ്ങളില്ല. അപ്പോൾ വാക്യങ്ങൾ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ദൈവവചനത്തിലൂടെ വീണ്ടും കേൾക്കുകയും അതിലെ മുറുകെ പിടിക്കുകയും അതിൽ ആശ്വാസം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തിനു വിശ്വസിക്കണം എന്നൊരു കാര്യം ആദ്യം നമ്മൾ ചിന്തിച്ചാലേ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശാന്തകർമ്മം എത്തണം, നമുക്ക് ആ തീരത്തിലെത്തണം. അവരോടുകൂടി ആയിരിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആ കാര്യത്തെപ്പറ്റി ഉറക്കണം. എങ്കിൽ നമ്മുടെ ഈ വഴിയിലെ യാത്രയിലെ ചൂട്, കടുത്ത തണുപ്പ്, ഈ കാര്യങ്ങളിലൊക്കെ നമ്മളെ അതിനെ അതിജീവിച്ച് അങ്ങനത്തെ കർത്താവിനെ സഹായിക്കും. അപ്പോൾ ഇന്ന് ആ കാര്യങ്ങളോട് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞ വാക്യം മത്തായിയുടെ സുവിശേഷം 24:12 ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. കാരണം സ്നേഹം തണുത്തു പോകുമെന്ന് പറഞ്ഞത്, അധർമ്മം പെരുകുകയും ചെയ്യും. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി വിവരിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഉള്ളിൽ അതുണ്ടോ എന്ന് മാത്രം നമുക്ക് പരിശോധിച്ചാൽ മതി. നമ്മളുടെ ഉള്ളിലുണ്ടോ, കാണത്തില്ല എന്ന് നമുക്ക് പരിശോധിക്കുമ്പോഴും അധർമ്മം നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും. എന്നാൽ
സ്നേഹത്തിന്റെ ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ കുറവൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നൽ നമുക്ക് ഒന്നെങ്കിൽ സാരമില്ല എന്നല്ല, നമുക്ക് അതിനെ പരിഹരിച്ചു പോകാം. എത്രത്തോളം കർത്താവ് നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്നെ നമുക്കും മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ നമുക്കായിരിക്കാം. അപ്പോൾ അതിന് നാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം, അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും വേണം. വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചാലേ സ്നേഹിക്കാൻ കഴിയുള്ളൂ. കാരണം വാഗ്ദത്തം, ഒരുപാട് വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിലുണ്ട് അല്ലേ. ഇവിടുന്ന് ഗൾഫിലേക്കും ഗൾഫിൽ നിന്ന് അമേരിക്കയ്ക്കോ അവിടുന്ന് ഓസ്ട്രേലിയക്കൊക്കെ പോകുന്ന വാഗ്ദത്തങ്ങളും കൂടെ മുന്നിൽ കിടപ്പുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ആ വാഗ്ദത്തമല്ല, നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്ന ആ ഒരു വാഗ്ദത്തം, അത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ കാര്യത്തിലാണ് നമ്മൾ ഉറക്കേണ്ടത്. ഉറച്ചെങ്കിലേ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ സ്നേഹിക്കാൻ കഴിയില്ല. നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. കർത്താവായി നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ അടുത്ത കാര്യം പറഞ്ഞത് ലൂക്കാട് സുവിശേഷത്തിൽ ആ കാര്യം പറഞ്ഞല്ലേ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ഇല്ല എന്നുള്ള കാര്യം കർത്താവ് അങ്ങനെ ചിന്തിക്കുമ്പോൾ അനേകരുടെ കാര്യം ഈ വിട്ടുപോകും, ആ സ്നേഹം തണുത്തു പോകും എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കൃത്യമായ വാക്ക് പറഞ്ഞു, ഞാൻ ഓർമ്മിപ്പിക്കുന്ന വാക്ക് പറഞ്ഞപ്പോഴേ മുന്നറിയിപ്പ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയോടെ ആയിരിക്കേണ്ടത്. നമുക്ക് തന്നെ മുന്നറിയിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെയില്ല. അനേകരെ വിട്ടു പിന്മാറി പോകുമ്പോൾ അവർ ഈ കാര്യത്തെപ്പറ്റി ശ്രദ്ധയോടെ ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ആ സ്നേഹത്തിൽ അവർ തണുത്തു പോയി എന്നുള്ള കാര്യം ഒരു സത്യമായ കാര്യമാണ്. എന്നാൽ അവരെ മടങ്ങി വരേണ്ടതുണ്ട്. നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവിടെ അടുത്ത കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. സ്നേഹത്തെപ്പറ്റി പറഞ്ഞു, വിശ്വാസത്തെപ്പറ്റി പറഞ്ഞു. അപ്പോൾ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോഴേ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്നുള്ള കാര്യം നമുക്കൊക്കെ കാണുമ്പോഴും അറിയാം. പക്ഷെ എങ്ങനെ, അത് എത്രത്തോളം, അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് പിന്നെയും കർത്താവിലേക്ക് തന്നെ ചെല്ലുന്നത്. കർത്താവെ സഹായിക്കണം. സാഹിബോട് പറയുന്ന പോലെ ഒന്നിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ സ്നേഹത്തിന്റെ പ്രവൃത്തി കാണിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മർക്കടമസ്തി അല്ലെങ്കിൽ ചില നിർബന്ധ ബുദ്ധികളൊക്കെ നമ്മളിലുണ്ട്, സ്വീകരിച്ചു പോയ ചില നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളൊരാൾക്ക് നമ്മൾ സ്നേഹമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ആ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യാത്ത മക്കൾ, അത് ജാരസന്തതി എന്നാ പറഞ്ഞത് അല്ലെ. അങ്ങനെയുള്ള മക്കളാണ് യഥാർത്ഥത്തിലുള്ള സന്തതി എങ്കിൽ നമുക്ക് ഭൂമിയിലുള്ള മാതാപിതാക്കൾ മക്കളെ ശാസിക്കുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യാൻ അറിയുമെങ്കിൽ സ്വർഗത്തിലുള്ള ദൈവത്തിന് അങ്ങനെ സാധിക്കുകയില്ലേ? ശാസിക്കാറുണ്ട്, ശാസനയല്ലേ നമ്മൾ കേട്ടത്. ശിക്ഷിക്കാറുണ്ട്, ശിക്ഷ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ഉണ്ട്. അത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ കാര്യത്തെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഞാൻ മുമ്പ് പറഞ്ഞ നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ കാര്യത്തെപ്പറ്റി പറയുമ്പോഴേ ഞാൻ ആ ഒരു ലക്ഷ്യത്തെ പറ്റി ചിന്തിച്ചപ്പോഴേ 1 തെസ്സലോനിക്കർ 4:14 ഈ കാര്യം, എൻ്റെ ഇതിൽ 14 ചിലപ്പം ഒരു വാക്യം മുന്നോട്ടോ പുറകോട്ടോ കൂടാം, വ്യത്യാസപ്പെടുന്നു. അതെ, അതുപോലെ നിദ്ര പ്രാപിച്ചവരെ അവരോടൊപ്പം ദൈവം ഉയർപ്പിക്കും അല്ലെ. അപ്പം യേശു മരിക്കുകയും പിന്നീട് ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. അതുപോലെ നിദ്ര പ്രാപിച്ചവരെ യേശുവിലൂടെ അവനോടൊപ്പം ദൈവം ഉയർപ്പിക്കും. അപ്പൊ ഈ യേശുവിലൂടെ ഉയർത്ത അവനോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ 4 വാക്യത്തിലായി മുഴുവൻ കൂടെ, അല്ലെങ്കിൽ 15 ആകട്ടെ. അപ്പം നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നമ്മള് പറയുമ്പോൾ 1 തെസ്സലോനിക്കർ 4:13 തൊട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിനകത്ത് മരിച്ചവരെ പറ്റിയുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. എന്നാൽ നമ്മളെ ഉയർപ്പിക്കും, നമുക്ക് ജീവനുണ്ടാവും, എന്തും നിത്യം അവനോടുകൂടി ആയിരിക്കും അല്ലെ. അപ്പൊ ഈ കാര്യത്തെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിലനിൽക്കേണ്ടതിനാണ് നമ്മൾ ഈ ജീവിതം നയിക്കുന്നത്. ഈ ചെറിയ കാലത്തെ ജീവിതം അത് അനന്തമായ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യങ്ങളുടെ പറയാം. നമ്മള് കൽപ്പനകളെ പ്രമാണിക്കണം, വാഗ്ദാനങ്ങളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. വാഗ്ദാനങ്ങളെ ഏറ്റെടുക്കണം, നമ്മുടെ എല്ലാ കാര്യത്തിലും ഏറ്റെടുക്കണം. ഭൗതിക ജീവിതത്തെ കാര്യത്തിലും ഒക്കെ വാഗ്ദാനങ്ങളെയൊക്കെ നമ്മള് ഏറ്റെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. നമുക്ക് ഇവിടെ വിശ്വാസം നയിക്കേണ്ടതിന് ആവശ്യമായതൊക്കെ തരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് വാങ്ങുകയും അത് ഏറ്റവും നന്നായി തന്നെ വിനിയോഗിക്കുകയും വേണം എന്നാണ്. അത് അധർമ്മത്തിലേക്ക് കൊണ്ടുപോകാത്ത വണ്ണം നമ്മൾ ഏത് കാര്യവും ചെയ്താലേ അത് നന്മ തന്നെയാട്ടെ, നന്മ തന്നെയാണ് നമുക്ക്, അത് അങ്ങനെ തന്നെയാട്ടെ. അപ്പോൾ സ്നേഹിക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ കർത്താവ് സ്നേഹിച്ചതുപോലെ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിനപ്പുറത്തേക്കോ അതിനെ കവച്ചു വെക്കുന്ന ഒരു വാക്യം നമുക്കില്ല. കർത്താവ് സ്നേഹിച്ചതുപോലെ നാമും അന്യോന്യം സ്നേഹിക്കണം. നമ്മൾ ചർച്ചകളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, ഒരുപക്ഷെ കഴിയുന്നില്ലായിരിക്കാം, ആകട്ടെ. എന്നാൽ നമ്മൾ അങ്ങനെ സ്നേഹിക്കണം. പുറത്തുള്ളവരെ നമ്മൾ അത്രയും അങ്ങനെ കരുതുന്നില്ല, പക്ഷെ അവരെ സ്നേഹിക്കണം. നമ്മളുടെ സ്നേഹം കണ്ടിട്ട് വേണമല്ലോ യേശുവിന്റെ സ്നേഹം എന്താണെന്ന് അവരറിയാൻ. അവരറിയുന്നുണ്ട്,
അനേകരും നമ്മളുടെ സ്നേഹം കാര്യങ്ങളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരിലൊരു വ്യത്യസ്തരാണ്, ഇവരിലൊരു വ്യത്യസ്തതയുണ്ട് എന്ന കാര്യം അവരും ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ബോധ്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിന് നമ്മളെ ശക്തിപ്പെടുത്തണമെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ തന്നെ അവസാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഇത് പ്രമാണിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. സാധ്യമല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അനേകം പിരിഞ്ഞുപോയി, അവരെ കൊണ്ട് സാധ്യമല്ല എന്നുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് സാധിക്കാഴിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ അതുകൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാനല്ല. നമുക്ക് കർത്താവേ നിന്റെ കൃപ, നീ ഞങ്ങളെ സഹായിക്കണം, നിന്റെ അറിയോ നിത്യജീവൻ നിന്നിലുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് തന്നെയാണ് ഞങ്ങൾ നിന്നെ പിൻപറ്റുന്നത്. അതിനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നിത്യജീവൻ നിന്നിലുണ്ട് എന്ന് ബോധ്യം തന്നത് അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ പരിശുദ്ധാത്മാവാണ് ആ ബോധ്യം തന്നത്. ഈ ആത്മാവിനെ കൂടാതെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അത് തന്നെയാണ് ശക്തി. അതായിരിക്കട്ടെ നമ്മുടെ ഊർജ്ജം. ആ ഊർജ്ജത്തിലല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ശക്തി എന്ന് പറയുമ്പോൾ ആ ശക്തിയും ഊർജ്ജം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു അർത്ഥത്തിനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ആത്മാവില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ ജീവിക്കാൻ സാധ്യതയില്ല. നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം അത് തന്നെ. കർത്താവേ, നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇതിനകത്ത് നിലനിൽക്കേണ്ടതുണ്ട്, ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്. വിരുദ്ധമായ കാലാവസ്ഥ, വിരുദ്ധമായ കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി അത് അവിടുന്ന് തന്നാലല്ലാതെ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവിടുത്തെ വിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിനാം മഹത്വപ്പെടട്ടെ. കർത്താവ് നമ്മൾക്ക് ഇന്ന് തന്ന സമയത്തെയും സന്ദേശത്തെയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് നൽകിയ ആ സന്ദേശം എന്താണ്? വിശ്വാസം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വിശ്വാസം നമ്മൾക്ക് എവിടെ നിന്ന് വരുന്നു, വിശ്വാസം നമ്മൾക്ക് എങ്ങനെ വരുന്നു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലും എല്ലാവർക്കും ദൈവത്തെ വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്തവര് ആരും തന്നെ ഇല്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ നമ്മൾ ഇന്ന് കേട്ടതും നമ്മൾ കണ്ട കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചുള്ള ആ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളവിടെ പടിഞ്ഞാറൊക്കെ ഇരിക്കുമ്പോൾ പലരും ഈ ചില നേർച്ച കാഴ്ചകളെ കുറിച്ചൊക്കെ അവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ നേർച്ച കൊടുക്കാത്തതിൽ ചിലര് എന്തോ ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോഴും അവര് പറഞ്ഞ് നേർച്ച കൊടുത്തില്ലെങ്കിൽ അത് അനുഭവിച്ചോളും, എങ്ങനെ അത് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതും ഒരു വിശ്വാസമാണ്. അപ്പൊ നേർച്ചയോ കാഴ്ചയോ എന്തെങ്കിലും കൊടുക്കാത്തതിന് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഇത്രയും പേര് ഇവിടെ മീറ്റിങ്ങിന് വന്നത് അല്ലെങ്കിൽ കൂട്ടായ്മക്ക് വന്നത് ദൈവത്തെ എന്തെങ്കിലും ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്താണ് പിന്നെ എന്തെങ്കിലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളെ ശിക്ഷിച്ച് കളയും എന്നുള്ള ഒരു ഭയപ്പാടിലാണ് നമ്മൾ ഈ കൂട്ടായ്മക്ക് വന്നിരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് ദൈവത്തോടുള്ള ആ സ്നേഹത്തിലാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. അത് വിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടത് എന്തുവാണ്? ദൈവത്തെ കർത്താവ് പറഞ്ഞ അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോകും. അപ്പോൾ പറഞ്ഞ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുവോ. അപ്പൊ അധർമ്മം പെരുകുന്നതുകൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോകും. അപ്പൊ എവിടെ നിന്നാണ് നമ്മൾക്ക് വിശ്വാസം വരുന്നത്? സ്നേഹത്തിൽ നിന്നാണ് നമ്മൾക്ക് വിശ്വാസം വരുന്നത്. നമ്മൾ ദൈവത്തോടുള്ള ആ സ്നേഹത്തിലാണ് നമ്മൾക്ക് എന്തു വരുന്നത്? വിശ്വാസം വരുന്നത്. നമ്മൾ കേട്ട എന്തുവാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോ വിശ്വാസമുണ്ട് നമുക്ക്. എങ്ങനെ? ദൈവത്തെ വിശ്വാസമുണ്ട്, നമ്മൾക്കൊരു പ്രത്യാശയുമുണ്ട്. എങ്ങനെ? പിന്നെ കർത്താവ് നമ്മളെ ചേർക്കാൻ വരും എന്നുള്ളൊരു പ്രത്യാശയുമുണ്ട്, നമുക്ക് ആ വിശ്വാസവുമുണ്ട്. പക്ഷെ ഇവ ഈ രണ്ടും വലുതേതാണ്? സ്നേഹമാണ്. എന്തുവാണ് ആ സ്നേഹം? കർത്താവിനോടുള്ള ആ സ്നേഹം തണുത്തുപോയാൽ പിന്നെ എന്തുണ്ടാകത്തില്ല? ഈ വിശ്വാസവും ഉണ്ടാകത്തില്ല, നമ്മൾക്ക് പ്രത്യാശയും ഉണ്ടാകത്തില്ല. അപ്പൊ ഇവ രണ്ടിലും വലുത് ഏതാണ്? സ്നേഹമാണ്. ഈ സ്നേഹം അത് നിലനിൽക്കും. ഈ സ്നേഹം നമ്മൾക്ക് നിലനിൽക്കുന്നെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ? വിശ്വാസം ഉണ്ടാകത്തുള്ളൂ.
അങ്ങനെയുള്ള ഒരാളിനാണ് അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്നേഹത്തിലാണ് നമ്മൾക്ക് കർത്താവ് വരുമ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ദൈവത്തോടുള്ള ആ സ്നേഹത്തിന്റെ ബന്ധത്തിൽ. കാര്യം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ആലപ്പുഴ സഭയിൽ കേട്ടതും സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമായിരുന്നു. ഇന്ന് രാവിലെയും പിന്നെ സന്ദേശം കിട്ടിയത് ആ സ്നേഹത്തെക്കുറിച്ചുള്ള എനിക്ക് വലിയൊരു ഉണർവ്, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം നൽകുന്ന ഒരു സന്ദേശമാണ് രാവിലെ. കാര്യം യേശു സ്നാനം കഴിഞ്ഞ് വരുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സന്ദേശത്തിൽ തന്നെ കേട്ടതാണ്, യേശു അനേകം സഹോദരങ്ങളിൽ ആദിജാതൻ ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ ഇളയ സഹോദരന്മാരാണെന്ന്. അപ്പൊ യേശുവിനെ പിതാവ് എങ്ങനെ സ്നേഹിച്ചു അതേപോലെ തന്നെ അനിയന്മാരെ സ്നേഹിക്കുന്നു, അതേപോലെ എന്നെയും സ്നേഹിക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് വലിയ ആ ഒരു പ്രത്യാശ ഉണ്ടായത്. ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു യേശുവിനെ പിതാവ് എങ്ങനെ സ്നേഹിച്ചുവോ അതേപോലെ തന്നെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു. അപ്പൊ അനേകം പുത്രന്മാരിൽ ആദിജാതന്. അപ്പൊ ഈ യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തെ കേട്ടപ്പോഴാണ് എനിക്ക് ദൈവത്തെ കൂടുതൽ ആ സ്നേഹത്തെ അറിയാൻ പറ്റിയത്. കാരണം ഈ പിന്നെ നമ്മൾ പറയുമ്പോൾ ഇതേപോലെ നമ്മളെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ കൊടുക്കുന്ന ഒരു ദ്രവ്യാഗ്രഹിയായ ഒരു ദൈവത്തെയാണ് ഇന്ന് ലോകം മനുഷ്യർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യേശു അങ്ങനെയുള്ള ഒരു ദൈവത്തെ അല്ല നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ ഈ യേശു പോലെ തന്നെ സ്നേഹിക്കുന്നു. അപ്പൊ യേശു എന്നെ നോക്കിയിട്ട് എന്താണ് പറഞ്ഞത് പിതാവ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ആ യേശുവിൽ പിതാവ് പ്രസാദിച്ചെങ്കിൽ അതേപോലെ തന്നെ സ്നേഹിക്കുന്ന എന്നെ നോക്കിയിട്ട് പിതാവ് പറയണ്ടേ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ വചനം വായിക്കണം, നിരന്തരം അത് വായിക്കണം. ഇന്നലെ നമ്മൾ കേട്ട്, ഇന്നും കേട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് വചനം വായിക്കുന്നത്? ഈ യേശുവിനോട് പിതാവ് പറഞ്ഞല്ലോ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരുന്നു. ആ യേശു എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിരന്തരം ദൈവവചനം വായിക്കേണ്ടത്. യേശു എങ്ങനെ ജീവിച്ചു, യേശുവിൻ്റെ ജീവിതം എങ്ങനെ ആയിരുന്നു, യേശുവിനെ പോലെ എനിക്കും പിതാവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് പിതാവിനെ സ്നേഹിക്കണമെങ്കിൽ, ആ പിതാവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ, ആ യേശുവിൻ്റെ കൈപിടിച്ച് എനിക്ക് നടക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ദിവസവും ദൈവത്തിൻ്റെ വചനം വായിച്ച് അത് ധ്യാനിക്കണം. അപ്പൊ ഞാൻ ദിവസവും ദൈവവചനം വായിക്കുന്നത് എന്തിനാണ്? ഞാൻ യേശുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമാണ് എനിക്ക് യേശുവിനെ പോലെ പിതാവിനെ പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ യേശു ഒരു സ്ഥലത്ത് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തില് 36-ാം വാക്യത്തില് പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അപ്പൊ പരീശന്മാരിൽ ഒരാളെ യേശുവിനെ എന്ത് ചെയ്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ക്ഷണിച്ചപ്പോൾ അവിടെ വന്ന് വേറൊരാളുണ്ട്. ആരാണ്? പിന്നെ പാപിനിയായ ഒരു സ്ത്രീയും അവിടെ വന്നിരുന്നു. ഈ പാപിനിയായ സ്ത്രീ എന്ത് ചെയ്ത് ഇവിടെ വന്നു നിന്നുകൊണ്ട് യേശുവിനെ എന്താണ് ചെയ്തത്? ശുശ്രൂഷിക്കുകയാണ് ചെയ്തത്. ഈ ശുശ്രൂഷിച്ചപ്പോഴേ അവിടെ നിന്ന് ഈ പരീശന്മാരെന്താ പറഞ്ഞത്? ഇവൾ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവൾ അടുപ്പിക്കത്ത് പോലും ചെയ്യത്തില്ലായിരുന്നു. യേശു ഇവൾ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ യേശു ഇവളെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? അടുപ്പിക്കത്ത് പോലും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ ലോകത്തിലെ ഉന്നതന്മാരായ ആൾക്കാർ മാത്രമാണ് അവിടെ കൂടിയിരുന്നെങ്കിൽ ആ പാപിനിയായ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ പരിസരത്ത് ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു, അവിടെ അടുക്കാനേ പറ്റത്തില്ലായിരുന്നു. അവൾ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ യേശു അവളെ ഓടിച്ചേനെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ചിന്താഗതിയുള്ള ഒരാളാണ് അവിടെ ഇരിക്കണമെങ്കിൽ ഒരിക്കലും അവൾക്ക് അവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴേ യേശു എന്താണ് പറഞ്ഞത്? ശിമോനെ, അവൾ എന്നെ എന്ത് ചെയ്ത്? അവൾ എന്നെ കണ്ണുനീര് കൊണ്ട് പാദം കഴുകി, പിന്നെ അവളെന്നെ പാദം ചുംബിക്കുന്നു. നീയോ ഇത്രയും സമയം ഞാനിവിടെ വന്നിട്ട് ഇതൊന്നും ചെയ്തില്ല. അപ്പൊ
എന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞ് അല്ലോ ചുമ്മുന്നില്ല. അവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ച്, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ആകയാൽ എന്താണ് സംഭവിച്ചത്? അവിടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ നിത്യതയിൽ നമ്മളെ കർത്താവ് എടുക്കപ്പെടുന്ന ആ ഒരു സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം. നമ്മൾക്ക് നിത്യതയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? പാപമോചനം ലഭിക്കണം. അവിടെ നമ്മൾക്കൊരു രോഗസൗഖ്യം മാത്രമാണ് കിട്ടുമെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാകും? ഈ രോഗസൗഖ്യം മാത്രമാണ് നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ. അല്ലെ ഒരു ഭവനമാണെങ്കിൽ ഭവനം മാത്രമാണ് നമ്മൾക്ക് ലഭിക്കുക. ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്, ജോലി മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. പക്ഷെ കർത്താവിൻ്റെ കൂടെ ആ നിത്യതയിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് പാപങ്ങൾ മോചിച്ച് കിട്ടണം. അപ്പോൾ കർത്താവ് അവൾക്ക് എന്താണ് ചെയ്തു കൊടുത്തത്? അവൾ അവിടെ വന്നിരുന്ന് കരഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? ഒരിക്കലും അവൾ ദൈവത്തെ സ്നേഹിച്ചത് അവൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നു. അവൾ അവിടെ വന്നിരുന്ന ആ സ്നേഹപ്രകടനം എല്ലാം കാണിച്ചത് അവളൊരു പാപിയാണെന്ന് അവൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. കർത്താവ് അവളുടെ പാപം മോചിച്ചു കൊടുക്കുമെന്നുള്ള ഒരു തിരിച്ചറിവും ഉറപ്പും ഉണ്ടായിരുന്നു. ഇന്ന് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അതാണ്. നമ്മൾ അനവധിയായ നമ്മുടെ പാപങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ മോചിച്ച്, ആ സ്നേഹത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ആ സ്നേഹമാണ് അവസാനം വരെ നമ്മളെ വിട്ടുപിരിയാത്ത ആ സ്നേഹം. മറ്റേതെങ്കിലും ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും നമ്മൾക്ക് ലഭിക്കുന്നതിനെ കുറിച്ചുള്ള ആ സ്നേഹത്തിലല്ല കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? അനവധിയായ നിന്നോട് അവൾ വളരെ എന്നിട്ട് പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്ല, അപ്പോഴെന്ത് ചെയ്തു? അവള് വളരെ സ്നേഹിച്ചുവല്ലോ. ഇന്ന് നമ്മൾ ഈ ലോകത്തിന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളിലാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. കർത്താവ് എനിക്ക് അങ്ങനെയുള്ള ഒരു സ്നേഹമുള്ള ഒരാള് നമ്മൾക്ക് കർത്താവ് ഈ ഭൂമിയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ദൈവസ്നേഹം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? കർത്താവ് നമ്മളെ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് എടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അതേ സ്നേഹം തന്നെ തന്ന് നമ്മളെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു. ഈ സ്നേഹത്തിലാണ് നമ്മൾ ഇന്ന് ദൈവത്തോട് നമ്മൾ കൂട്ടായ്മ കാണിക്കുന്നത്. അതാണ് പറഞ്ഞത്, നിന്റെ സ്നേഹിച്ചിരിക്കുന്നു. പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാമോചനം കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ വിശ്വാസം എങ്ങനെ വന്നു? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാകണം? അതാണ് ദൈവത്തോടൊരു സ്നേഹം നമ്മൾക്കുണ്ടാകണം. ഈ സ്നേഹത്തിലാണ് നിന്നാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? വിശ്വാസം വരുന്നത്. ഈ വിശ്വാസമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കുന്നത്. ഈ രക്ഷയെ നമ്മൾ പ്രാപിച്ചവരായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവിന്റെ സന്നിധി നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ആ മേശയിൽ നിന്ന് നമ്മൾക്ക് ഭക്ഷിക്കാൻ നമ്മളെ യോഗ്യരാക്കിയ കർത്താവിന്റെ ആ വലിയ ആ സ്നേഹത്തെ ഓർത്താണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പിതാവായ ദൈവം നമ്മളെ യേശുവിനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത് ആ യേശുവിനെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെയും നമ്മളെ ആക്കുവാൻ കർത്താവ് നമ്മളെ സ്നേഹിച്ച ആ വലിയൊരു സ്നേഹം, ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? നമ്മളുടെ വിശ്വാസം വരുന്നത്. ഈ വിശ്വാസം നമ്മൾക്ക് അപ്പോസ്തലൻ പറഞ്ഞ പോലെ മരണത്തിനോ രോഗത്തിനോ പട്ടിണിക്കോ ദാരിദ്ര്യത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനോ ഒന്നിനും നമ്മളെ ഈ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ മാറ്റാൻ പറ്റത്തില്ല. ഈ സ്നേഹത്തിൽ നമ്മൾക്ക് അവസാനം വരെ കർത്താവിന്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ആമേൻ.